ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഒരു ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ സ്കൂളിലേക്കുള്ള പ്രിപ്പറേഷൻസാണ്. മോൾക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചും സ്നാക്സും ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇന്ന് മക്രോണി ആക്കാമെന്ന് വിചാരിച്ചു. അത് കുക്കായി വരുമ്പോഴത്തേന് ഞാനൊരു കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചായിരുന്നു. രാവിലെ ഇങ്ങനെ കട്ടൻ കാപ്പി കുടിക്കാനാണ് എനിക്കിഷ്ടം. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. കാപ്പിയൊക്കെ എടുത്തിട്ട് ഞാൻ റൂമിലേക്ക് പോയപ്പോൾ അതാ മോൾ എണീച്ചിട്ടുണ്ട്. മറിയു എണീച്ചിട്ട് മോളടുത്തേക്ക് പോകാൻ നോക്കുകയാണ്. മറിയുന് സ്കൂളിൽ പോകുന്ന ആ സമയത്ത് തന്നെ അന്നു ഇപ്പോൾ എപ്പോഴും എണീക്കുന്നുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും അവൾക്ക് ലഞ്ചുമായിട്ട് ഞാൻ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതടുപ്പത്ത് വെച്ച് പിന്നെ ഞാൻ മക്രോണി ആക്കാൻ നിന്നു. മക്രോണി വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മസാലയെല്ലാം ആക്കിയിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക ചെയ്യുന്നത്. ഇതിൽ ഉള്ളിയും തക്കാളിയൊന്നും ഇടാറില്ല. വേണമെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അത് പീസാക്കി ഇട്ട് കൊടുക്കലുണ്ട്. കുറേ സ്പൈസി ആയിട്ടും മസാലയുള്ള ഫുഡൊന്നും സ്കൂളിലേക്ക് കൊടുത്തിടാറില്ല. പിന്നെ നമ്മൾ ചട്നി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇഡ്ഡലിക്കുള്ളത്. ഇനി ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാണ്. ഇഡ്ഡലിയും ചട്നിയും കുക്കുംബറാണ് ലഞ്ചിന് കൊടുത്തു വിട്ടിരിക്കുന്നത്. ഈ ഒരു പണിയൊക്കെ കഴിയുമ്പോഴത്തേന് ഞാൻ ഒരുപാട് ഫ്രീ ആവും കേട്ടോ. വളരെ തിരക്കിയിട്ടിട്ടായിരിക്കും ഈ പണികളൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം സ്നാക്സ് ബോക്സ് കൂടി റെഡിയാക്കി. സ്നാക്സിന് മക്രോണിയും ഇതുപോലെ ആപ്പിൾ കട്ട് ചെയ്തതാണ് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മുന്തിരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് അവളെ കഴിപ്പിച്ചു. ഇന്ന് സ്പോർട്സ് ഡേ ആയതുകൊണ്ട് യൂണിഫോം ആവശ്യമില്ല. ജേഴ്സി ഇട്ടിട്ട് ബസ്സിൽ കയറ്റി വിട്ടാൽ മതി. ആദ്യമായിട്ട് കൂടുന്ന സ്പോർട്സ് ആയതുകൊണ്ട് അവൾക്ക് ഭയങ്കര ത്രില്ലിലായിരുന്നു. അവളുടെ ന്യൂ ഹെയർ സ്റ്റൈൽ ഇതാണ്. ഡെയിലി ഓരോ ഹെയർ സ്റ്റൈലിൽ പോകാനാണ് അവൾക്ക് ഇഷ്ടം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തു പോയി. സ്കൂളിലേക്ക് അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവൾ ഗ്രൗണ്ടിലായിരുന്നു. എല്ലാ കുട്ടികളും ഭയങ്കര ക്ഷീണിച്ചിട്ട് ഒരു സൈഡിൽ ഇരുന്നിരുന്നു. അവളുടെ ഐറ്റംസ് കഴിഞ്ഞതിന് ശേഷം അവളെയും കൂട്ടി വന്നു. കളിക്കാൻ വേണ്ടി കസിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെയുള്ള കോഴിക്കുഞ്ഞിനെ എടുത്തു വന്നു. അവർ വാങ്ങി വെച്ച കോഴിക്കുഞ്ഞുങ്ങളായിരുന്നു. അത് പിന്നെ അവർക്ക് നോക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതിനെല്ലാം ഒരു വലിയ ബോക്സിലേക്ക് മാറ്റി. ഉമ്മാക്ക് കുറേ കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. മോള് നേരത്തെ ഉറങ്ങും സ്കൂളിൽ പോകുന്നത് കൊണ്ട്. അന്നുമോൾ ഇതാ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ആ ദിവസവും കഴിഞ്ഞു.